സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ കെ രമ സർക്കാരിനെ കടന്നാക്രമിച്ചു. രാഷ്ട്രീയം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നായിരുന്നു മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കുസാറ്റ KCA പീഡന പരാതികളും SFI മുൻ നേതാവ് അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചെന്ന ആരോപണവും നടി ആക്രമിക്കപ്പെട്ടതുമെല്ലാം പ്രതിപക്ഷം ആയുധമാക്കി. ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം കുതിക്കുകയും ചെയ്യുന്ന സർക്കാരെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ കെ രമ MLA. വളരെ ഗുരുതരമാണ് സർ ഈ കേരളത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ. ഇരയ്ക്കൊപ്പം നിൽക്കുകയും എന്ന് പറയുന്നത് വേട്ടക്കാരനൊപ്പം കിതക്കുകയും ചെയ്യാണ് സർ ഈ സർക്കാർ. അതാണ് ഈ സർക്കാർ പെണ്ണുങ്ങൾക്ക് നേരെ നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പകരം കെ രമയുടെ നോട്ടീസിന് മറുപടി നൽകിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകളെ ആക്ഷേപിക്കുന്ന സൈബർ സംഘങ്ങളെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന ആരോപണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം. ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അതിലൊരു നിലപാടേ പാടുള്ളൂ. അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട്. അത് മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ. അതിലേതറ്റം വരെ സർക്കാർ പോകും സാർ. ആരോഗ്യമന്ത്രിയോട് മറുപടി തള്ളിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ CPIM, SFI, DYFI പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകൾ സഭയിൽ ഉന്നയിച്ചു. കാപ്പ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് സഭയിൽ മറുപടി പറഞ്ഞതെന്ന പരിഹാസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിനെ സ്ഥലം മാറ്റിയ ആളാണ് ആരോഗ്യമന്ത്രിയെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. സ്വീകരണം നൽകിയ ആളുടെ പേരിലുള്ളത് രാഷ്ട്രീയ കേസുകൾ മാത്രമെന്ന വീണ ജോർജിന്റെ ന്യായീകരണം. അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ കെ രമ ആക്ഷേപമുന്നയിച്ചു. സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.